ADM നവീൻ ബാബുവിന്റെ മരണം കൊലപാതകം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. കൊലപാതകമായതുകൊണ്ട് തന്നെ പ്രതികളെ രക്ഷിച്ചെടുക്കാൻ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ പോലീസും വളരെ തന്ത്രപൂർവമായിട്ടാണ് അന്വേഷണം നടത്തുന്നതും യഥാർത്ഥ തെളിവുകൾ അട്ടിമറിക്കുന്നത് എന്നും വ്യക്തമായതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ CBI അന്വേഷണം വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ആഗ്രഹിക്കുന്നതും. കോടതി അതിന് തയ്യാറാകുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. കാരണം പോലീസ് അന്വേഷണം സത്യം കണ്ടുപിടിക്കാൻ പര്യാപ്തമല്ല എന്ന് തോന്നിയാൽ കോടതിക്ക് CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ കഴിയും. കാര്യങ്ങൾ ആ തലത്തിലേക്കാണ് നീങ്ങുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ജില്ലാ കളക്ടർക്ക് തൊട്ടു താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് അല്ലെങ്കിൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം പോലും കാര്യപ്രസക്തമായ രീതിയിൽ നടത്താതെ വന്നത് വലിയ സംശയങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ആദ്യം മുതൽ തന്നെ. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ളവർ, അവരുടെ ബിനാമികളൊക്കെ ഒരു പെട്രോൾ പമ്പിന്റെ കാര്യത്തിലാണ് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന യാഥാർത്ഥ്യം പുറത്തു വന്ന് അദ്ദേഹത്തെ പിന്തുടരുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതുകൊണ്ട് ഇതൊരു കൊലപാതകത്തിലേക്ക് കടന്നിരുന്നു, അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകൾ അങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നുള്ളതിന്റെ ചില സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ CBI അന്വേഷണം വരികയാണെങ്കിൽ യഥാർത്ഥ കഥ പുറത്തു വരുമെന്നും ഒരുപക്ഷെ കേരള സർക്കാരിന് തന്നെ വലിയ തിരിച്ചടി ലഭിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിൻ്റെ ആ കേസിനെ പറ്റി പ്രമുഖ അഭിഭാഷകൻ, സുപ്രീം കോടതി അഭിഭാഷകനായ MR അഭിലാഷ് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കേട്ടുനോക്കാം. മാത്രം പരിണമിക്കപ്പെടും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ വളരെ വ്യക്തമാക്കിയതാണല്ലോ എങ്ങനെയാണ് ശ്രീ സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ച കേസിൽ കുറ്റക്കാരനല്ല എന്ന് അന്വേഷണ ഏജൻസി കണ്ടെത്തിയത്. തത്തുല്യമായ പൊളിറ്റിക്കൽ സ്റ്റേക്സ് ഉള്ള വളരെ ഗൗരവകരമായ ഒരു പബ്ലിക് സർവൻറ്റിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട, അത് കൊലപാതകമാകാം, അല്ലെങ്കിൽ ഇനി ആത്മഹത്യയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രേരക ശക്തിയായിട്ട് വലിയ രാഷ്ട്രീയ അധികാരം കൈകളിലെടുത്ത് അമ്മാനമാടുന്ന വ്യക്തികളും അവരുടെ താല്പര്യങ്ങളും പുറകിലുണ്ടായ ഈ ഒരു കേസും ഭരണഘടനാ കേസ് പോലെ അലസിപ്പിച്ചു പോകും എന്നുള്ള ആ ഒരു ഉത്കണ്ഠ ഇരയെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടു പോയ തൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ അച്ഛനോ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു പൊതുവിഷയത്തെ കണ്ണടച്ച് കളയാവുന്ന രീതിയിൽ അവർക്ക് മറക്കാൻ കഴിയില്ല. ഇതങ്ങനെ ഒരു CBI അന്വേഷണത്തിലൂടെ മാത്രമേ, വൈകിയ വേളയിലെങ്കിലും ഒരു CBI അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ. ഇതൊരു കൊലപാതകമാകാം. ഇപ്പം സൂയിസൈഡ് നോട്ട് ലീവ് ചെയ്യാതെ ഒരു സാധാരണ ഒരു വ്യക്തിയല്ലല്ലോ, ഒരു പബ്ലിക് സർവൻ്റ് അല്ലേ ശ്രീ വിനു ആത്മഹത്യ ചെയ്തത്. ഇനി ആത്മഹത്യയാണെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സൂയിസൈഡ് നോട്ട് ലീവ് ചെയ്യുന്നതിനൊരു പർപ്പസ് ഉണ്ട്. ചിന്താശേഷിയുള്ള ഏതൊരു വ്യക്തിയാണെങ്കിലും അത്തരത്തിലൊരു എക്സ്ട്രീം സ്റ്റെപ്സിലേക്ക് കടക്കുമ്പോൾ താൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു എക്സ്ട്രീമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് തിരഞ്ഞെടുക്കുന്നത്? അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ജീവിച്ചിരിക്കുന്നവർ, തങ്ങൾക്ക് വേണ്ടപ്പെട്ട ജീവിച്ചിരിക്കുന്നവർ, അവരിൽ ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവർ സുരക്ഷിതരായിരിക്കണം. ആന്തൂര സാജൻ്റെ കേസ് നമുക്കറിയാവുന്നതാണ്. ഭാഗ്യവശാൽ അത്തരം ദുരാരോപണങ്ങൾക്കൊന്നും ഇരയാകേണ്ടി വന്നില്ല. പ്രാദേശിക രാഷ്ട്രീയം അവരോട് ചേർന്ന് നിന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരാളൊരു സൂയിസൈഡ് നോട്ട് ലീവ് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇവിടെ ഒരു പബ്ലിക് സർവൻറ്റ്, അഡീഷണൽ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് ആണ് ഇത്തരത്തിലൊരു കടുങ്കൈയിലേക്ക് ചെന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നെ കതകുകൾ തുറന്നിട്ടു? കമാൽ പാഷ സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ കതക് തുറന്നിടുക എന്ന് പറയുമ്പോൾ താൻ ഇനി ആത്മഹത്യയിലേക്ക് കടക്കുന്ന വേളയിൽ അവസാന നിമിഷമെങ്കിലും ആരെങ്കിലും വന്ന് തന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം എന്നൊരു ചിന്തയായിട്ടാണോ? വളരെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഇൻക്വസ്റ്റിൻ്റെ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിക്കപ്പെട്ട തിടുക്കം, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ തിടുക്കം ആവശ്യമാണ്. പക്ഷേ മരണപ്പെട്ടു പോയ ഒരാളുടെ മരണത്തിൻ്റെ സത്യം കണ്ടെത്താൻ ഈ തിടുക്കം ബന്ധുക്കൾ പോലും അവരെത്തരുതെന്ന് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായ തിടുക്കം എന്തുകൊണ്ട് വന്നു? ഇത് കൊലപാതകമായിരിക്കാം, ഇനി ആത്മഹത്യയാണ് എങ്കിൽ തന്നെയും അതിന് പ്രേരണയായിട്ട് വർത്തിച്ചവരുടെ ആ ഗൂഢസംഘത്തിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടി ഓശാന പാടുന്ന അന്വേഷണ സംഘമാണ് കേരള പോലീസിൻ്റെ. ഇതുവരെയും അവരങ്ങനെ തന്നെയാണ് വർത്തിച്ചിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ സജി ചെറിയാൻ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ മാനിക്കുമ്പോൾ തന്നെയും ക്രൈംബ്രാഞ്ചിന് ആ കേസ് കയ്യിലോട്ട് വെച്ച് കൊടുത്ത നടപടി എത്രത്തോളം ക്രൈംബ്രാഞ്ച്, അതായത് കേരള ക്രൈംബ്രാഞ്ച് മന്ത്രിയെ സംരക്ഷിക്കുവാനും രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും നിർബന്ധിതരായിത്തീരുന്ന ഒരു കൂട്ടം ഹെൽപ്ലെസ് ഓഫീസേഴ്സ്, അത് DGPയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ സജി ചെറിയാൻ കേസിലും ഇനി എങ്ങനെയാണിത് മുൻപോട്ട് പോകുന്നത്? വലിയൊരു പ്രതീക്ഷയൊന്നും ഒരുപക്ഷെ നമുക്ക് വെക്കേണ്ടതായിട്ടില്ല.
ഈ കേസാണെങ്കിൽ തന്നെ ഒരു കോർട്ട് മോണിറ്റേഡ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ പോലും ഇതിനകത്ത് സത്യം പുറത്തു വരില്ല ശ്രീ വിനു. കാരണം കോടതിക്ക് അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കൂടെ പരിശോധിക്കാൻ കഴിയും. പക്ഷേ വിജിലന്റ് ആയിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ തട്ടുന്ന വളരെ റെലവന്റ് ആയിട്ടുള്ള തെളിവുകൾ, ഏത് തെളിവിന് നേരെയാണോ ആ വ്യക്തി കണ്ണടയ്ക്കുന്നത്, ആ തെളിവിനെ കുറിച്ചുള്ള സത്യാവസ്ഥ ഇരയ്ക്ക് പോലും ബോധ്യമുണ്ടാവില്ല, ഇരയുടെ കുടുംബത്തിന് പോലും ബോധ്യമുണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു പൊതു നഷ്ടമാണ്. കേരളത്തിന്റെ മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിച്ച ഒരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ കൊലപാതകമോ പ്രേരക ശക്തികൾ പുറകിൽ പ്രവർത്തിച്ച ഒരു ആത്മഹത്യയോ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് CBI അന്വേഷണത്തിലൂടെ അല്ലാതെ ഇതിന്റെ സത്യം പുറത്തു വരികയില്ല. ഒരു 4 അതിലധികമോ കാലുകളുള്ള ഒരു കസേര ഒരൊറ്റ കാലിൽ മാത്രം തട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ട്രയലിൽ വരുമ്പോൾ അത് ഡെമോളിഷ് ചെയ്യപ്പെട്ടു പോകും. ഇതിനകത്ത് ഞാൻ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ ഡേ 1 മുതൽ ഇതിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് ഞാൻ എന്നും എംഫസൈസ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് പ്രശാന്തന്റെ റോള്, ഇതിനകത്ത് കളക്ടറുടെ റോള്, അദ്ദേഹത്തിന്റെ മൊഴിമാറ്റം, ഇതിനകത്ത് നാം കാണാത്ത നിരവധി വ്യക്തികളുടെയും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും സംരക്ഷണം ഈ പോലീസ് അന്വേഷണത്തിന്റെ ഗതിയെ മാറ്റിയിട്ടുണ്ട്. ഒരു കാല് മാത്രം വെച്ചൊരു കസേര ഒരു ആശാരിയോ അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ മാട്ടോ തട്ടിക്കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നിൽക്കില്ല. ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഓൺലി ഈസ് കോസ്മെറ്റിക്. അത് ട്രയലിൽ അത് തകർന്നു പോകും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരവധി വിധികളുണ്ട്. വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ലോയാണ്. പോലീസ് അന്വേഷണം അപര്യാപ്തമാണ് എന്നുള്ള മെറ്റീരിയൽസ് റെക്കോർഡിലുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് CBI അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിടാം. രാജേഷ് ഗാന്ധി കേസിൽ 1997 ജസ്റ്റിസ് സുജാത മനോഹറിന്റെ വിധിയുണ്ട്. സക്കീരി വാസു കേസിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. കോമൺ കേസിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇവിടെ കോടതിയുടെ മുൻപിൽ വ്യക്തമായിട്ട് വെക്കാൻ കഴിയുന്നതും കോടതിയെ ബോധിപ്പിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒഫൻസുമായിട്ട് ഇൻറ്റിമേറ്റ്ലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ ഒന്നും തന്നെ ചോദ്യം ചെയ്തിട്ടില്ല, അവരെ ഒന്നും തന്നെ കുറ്റാരോപിതരാക്കിയിട്ടില്ല. പോലീസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെയുള്ള വ്യക്തികൾ, അധികാരത്തിലിരിക്കുന്നവരും അധികാരം വിനിയോഗിക്കപ്പെടുന്നതുമായിട്ടുള്ള ആ വ്യക്തികളുടെ നേരെ കണ്ണടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അണ്ടർലൈൻ കോൺസ്പിറസി ഇവിടെ പുറത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ഒരു ചീട്ടുകൊട്ടാരം തകരുന്നത് അതുപോലെ ഇത് ട്രയലിൽ തകരും. സജി ചെറിയാൻ കേസിന്റെ ഒരു പുനരാവർത്തനം മാത്രമായിരിക്കും. പക്ഷെ ഇവിടെ തെളിവുകൾ ഒട്ടുമിക്ക തെളിവുകൾ ഒരുപക്ഷെ നശിപ്പിച്ചിട്ടുണ്ടാകാം. ഈ കാണിച്ച അൺഡ്യൂ ഹേസ്റ്റ്, ഇൻക്വസ്റ്റ് മുതലുള്ള കാര്യങ്ങളിൽ കാണിച്ചിട്ടുള്ള അൺഡ്യൂ ഹേസ്റ്റ്, അതൊക്കെ തന്നെ തെളിവുകൾ മറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. പലതും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ സത്യത്തിൻ്റെ ഒരു സുവർണ രേഖ എവിടെയെങ്കിലും മറഞ്ഞിരിപ്പുണ്ടാകും എന്നുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിലാണ് ഇര ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇത് സെറ്റിൽഡ് ലോയാണ്. ഇങ്ങനെ ഒരു കേസിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനെ മുഴുവൻ അവരുടെ മുഴുവൻ വ്യത വെളിവാക്കപ്പെട്ട ഇതുപോലെ ഒരു കേസിൽ സത്യസന്ധമായിട്ട് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ ആർട്ടിക്കിൾ 21 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫെയർ ട്രയൽ മാത്രമല്ല, റൈറ്റ് ടു ഫെയർ ഇൻവെസ്റ്റിഗേഷൻ. ഈ ഫെയർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ട ആളിനോട് ഫെയർനെസ് ഉണ്ടാകണം, അവരുടെ കുടുംബത്തിനോട് ഫെയർനെസ് ഉണ്ടാകണം. അദ്ദേഹം പബ്ലിക് സർവൻ്റ് ആയിരിക്കുന്ന ഇവിടുത്തെ ഭരണ വ്യവസ്ഥയോട്, അദ്ദേഹം കൂറ് കാണിച്ച വ്യവസ്ഥയോട് ഫെയർനെസ് ഉണ്ടാകണം. അങ്ങനെ ഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ സജി ചെറിയാൻ കേസിൽ സംഭവിച്ചതുപോലെ ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചാലോ ഒന്നും തന്നെ അലേർട്ടായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെയോ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെയോ ആ വിജിലൻസിന് സമാനമാവില്ല. CBI അന്വേഷിച്ചാൽ മാത്രമേ കോടതി ഉത്തരവ് കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളെല്ലാം ഹെൽപ്ലെസ് ആയിട്ടുള്ള പൗരന്മാരാണ്. ഇങ്ങനെ ഒരു ജനാധിപത്യ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൻ്റെ പർപ്പസും ജനങ്ങളെ അതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നുള്ളതാണ്. CBI അന്വേഷണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ദിവ്യയും അവരുടെ കൂടെ പ്രവർത്തിച്ചവരും കുറ്റാരോപിതയും അവരുടെ കൂടെ പ്രവർത്തിച്ചവരും ഇപ്പം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും ഇവരെല്ലാം ഈസിയായിട്ട് സ്കൂട്ടാകും. നഷ്ടപ്പെട്ട കുടുംബത്തിന് മാത്രം നഷ്ടം പരിമിതപ്പെടും. ശ്രീ കെ എം ഷാജി, മുസ്ലിം ലീഗ് നേതാവ്